ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കാണുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ. ഇത് വന്നിട്ട് ഇപ്പം എൻ്റെ ഹസ്ബൻഡും മോളും കൂടെ ഇങ്ങനെ മാരാരിക്കുളം ബീച്ചിൽ ഇങ്ങനെ പോയപ്പം അവിടെ കണ്ട കാഴ്ചയാണിത്. കുറേ കലാകാരന്മാർ അവർ ഇങ്ങനെ പലരും പലതരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടായിരുന്നു. കാണാൻ നല്ല നല്ല ഭംഗിയായിരുന്നു. ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ നാട് എപ്പോഴും നമ്മൾ ഏത് ദൂരത്തായിരുന്നാലും നമ്മുടെ നാട് നമുക്കൊത്തിരി മിസ് ചെയ്യും. ചില സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വളരെ ദൂരേക്ക് പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫ് ഒക്കെ നല്ലതായിട്ട് ക്ലിയർ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരിടം കൂടെയാണ് നമ്മുടെ നാട്. അപ്പോൾ ഇത് നല്ല കാഴ്ചകളായിരുന്നു കാണാനൊക്കെ നല്ല. പിന്നെ ഹസ്ബൻഡും മോളും കൂടെ അവർ അവിടെ സ്നാക്ക് ഒക്കെ വാങ്ങി കഴിച്ചു. ഒത്തിരി വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ട്. പിന്നെ അവർ വാങ്ങിച്ചത് കോളിഫ്ലവർ ഫ്രൈ ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ജന്മസ്ഥലം മാവേലിക്കരയാണിത്. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്, മിഷ ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂള്. അപ്പം മോളാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൊസ്റ്റാൾജി. അതുവഴി പോകുമ്പോഴേ എൻ്റെ കണ്ണൊക്കെ നിറയും. ഒത്തിരി ഓർമ്മകൾ നമുക്ക് തങ്ങി നിൽക്കുന്ന, ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരിടം കൂടെയാണ് എൻ്റെ മാവേലിക്കര. അപ്പം എൻ്റെ സ്കൂളാണ് ഈ കാണുന്നതെല്ലാം എൻ്റെ സ്കൂളാണ്. ഈ വലിയ കെട്ടിടം, ഒത്തിരി പഴക്കം ചെന്നാണ് ഈ വലിയ കെട്ടിടം. അത് കഴിഞ്ഞ് വന്നാണ് ഈ പുതിയ ബിൽഡിങ്ങൊക്കെ. അപ്പം ഇതെല്ലാം സ്കൂളിൻ്റെ ഭാഗമാണ്. ഞാൻ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചത് ഈ സ്കൂളിലാണ്. അപ്പോൾ ഇതിനോട് ചേർന്നൊരു പള്ളിയുണ്ട്. ഒരു ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് ഈ പള്ളിയൊക്കെ. അപ്പം ആ പള്ളി അവിടെ നമ്മൾ സ്കൂളിൽ നിന്ന് പ്രയറിനെ കൊണ്ടുവരുന്നു ഈ പള്ളിയിലോട്ട്. അപ്പം ആ പള്ളി ഇങ്ങനെ ഫ്രണ്ട് വശത്താണ്. ഈ തൊട്ട് നേരെ കാണുന്ന മണ്ഡപം, ഇത് അച്ചൻ കോവിലറാണിത്. ഈ മണ്ഡപം ഒത്തിരി വർഷമായിട്ട് നിലകൊള്ളുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി. ഇവിടെ ഒരു ശവക്കോട്ടയൊക്കെ ഉണ്ട്. ഇതെൻ്റെ കൊച്ചു സ്കൂളാണ് ഈ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഹസ്ബൻഡും മോളും കൂടെ നമ്മുടെ റിലേഷനിലുള്ള അവരുടെ വീട്ടിലൊക്കെ വന്നു. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു. ഭയങ്കര സ്നേഹമായിരുന്നു. നല്ല കുട്ടികളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരവിടുന്ന് ഇത് വന്നിട്ട് മാവേലിക്കര കൃഷ്ണസ്വാമി അമ്പലത്തിൻ്റെ പുറകുവശമാണിത്. അവിടെ ഒരു ആന പ്രതിമയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചുറ്റി ഇങ്ങനെ പോവാണ്. ഇത് വന്നിട്ട് ഗണപതി ക്ഷേത്രമാണ് മാവേലിക്കരയിലുള്ള. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ അവിടോട്ട് പോവാണ്. ഒരു ആൽമരമൊക്കെ ഉണ്ട് അവിടെ. ഇത് മെയിൻ ജംഗ്ഷനാണ്, പൊന്നാരംതോട്ടം മെയിൻ ജംഗ്ഷനാണിത്. അവിടെ ഒരു കടയാണ്. ഇത് വന്നിട്ട് കാട്ടുള്ളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രമാണിത്. അവിടെ അവർ പോയി തൊഴുതു. അപ്പം കുറച്ച് ദിവസമുള്ളായിരുന്നു ഹസ്ബൻഡിന് ലീവ്. അപ്പോൾ ആ സമയത്തുള്ളിൽ അവർ എല്ലാം ഒന്ന് ചുറ്റി കാണുവാണ്. ഒരു ദിവസം കൊണ്ടാണ് അവർ കുറച്ച് ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്ത്. അപ്പോൾ അവർ നേരെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പഴയ വീട് നിൽക്കുന്ന സ്ഥലത്തോട്ടാണ്. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്നത് മാവേലിക്കര പുതിയാവിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത് പൊന്നാരംതോട്ടമാണ്. ഇങ്ങനെ നേരെ നമ്മൾ കണ്ടീരിയുന്ന ഉള്ളിലോട്ടാണ് വഴി പൊന്നാരംതോട്ടത്തോടുള്ള. അപ്പം നമ്മുടെ വീട് മെയിൻ റോഡിൽ തന്നെയാണ്. എന്നാലും ചെറിയ ഒരു ഇടവഴിയാണ്. ഒത്തിരി ഉള്ളിലോട്ട് പോകണം. മോളിപ്പോൾ കാണിക്കുന്ന ഈ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇടവഴിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി. പിന്നെ അത് കഴിഞ്ഞ് അവർ ചെട്ടുകുളങ്ങര അമ്പലത്തിലൊക്കെ വന്നു, തൊഴുതു. എനിക്കൊരു നിലവിളക്കൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ ഈ കാണുന്ന വന്നിട്ട് നമ്മുടെ പൊന്നാരംതോട്ടത്ത് കുറേ പാടം ഉണ്ടായിരുന്നു. അപ്പം ആ പാടമൊക്കെ ഇപ്പോൾ ഒത്തിരി അങ്ങ് നികത്തി, എല്ലാം മണ്ണിട്ടൊക്കെ നികത്തി. ഹസ്ബൻഡിന് ഒത്തിരി സങ്കടം. എന്നുവെച്ചാൽ നല്ല പച്ച വിരിച്ച പാടമായിരുന്നു, അതെല്ലാം മണ്ണിട്ട് നികത്തി.
ഇപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു മാവേലിക്കരയിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.